പ്രൈസ് ലോർഡ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവ് നമ്മളെ ദിനം തോറും നടത്തുന്ന എല്ലാ വഴികൾക്കും നമുക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് വീണ്ടും കടന്നു. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. അവിടെ പൗലോസ് പറയാണ്, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ ഈ ക്രിസ്തുവിന്റെ സ്നേഹം ഹൃദയത്തിൽ നിറയാതെ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധ്യമല്ല. അഥവാ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിന്റെ സ്നേഹം അറിയണം, ക്രിസ്തുവിന്റെ സഭ എന്താണെന്ന് അറിയണം, ക്രിസ്തുവിന്റെ സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാകണം. ആമേൻ. ക്രിസ്തുവിന്റെ സഭയെ കുറിച്ചുള്ള ആ അൾട്ടിമേറ്റ് ദൈവത്തിന്റെ പർപ്പസ് എന്താണെന്നൊന്ന് മനസ്സിലാകണം. അപ്പോൾ മാത്രമേ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്വന്തം ഭാര്യയെ ഭർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് കഴിയുള്ളൂ. അവളെ ഞാൻ സ്നേഹിക്കുന്നത് അവളിൽ എന്തെങ്കിലും സ്നേഹിക്കപ്പെടുവാനുള്ള യോഗ്യത ഉണ്ടായത് കൊണ്ടല്ല. ആമേൻ. ഒരുപക്ഷെ സ്നേഹിക്കപ്പെടുവാനായിട്ട് യാതൊരു യോഗ്യതയും ഇല്ലായിരിക്കാം, എങ്കിലും അവൾ എന്റെ ഭാര്യയാണ്. അഥവാ ക്രിസ്തു സഭയെ യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നപ്പോൾ സ്നേഹിച്ചതുപോലെ ഞാൻ എന്റെ ശരീരം ആകുന്നു. അഥവാ ആമേൻ, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന എന്റെ ജീവിത പങ്കാളിയെ സ്നേഹിപ്പാൻ ഞാൻ കടപ്പെട്ടവനാണ് എന്നുള്ളതായ ആ ബോധം എപ്പോഴും ധരിക്കണം. അപ്പോൾ ഈ സ്നേഹമില്ലാതെ ആമേൻ ദൈവത്തിന് പ്രസാദകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധ്യമല്ല. അതാണ് ഈ സബ്മിറ്റ് ലവ് റിലേഷൻഷിപ്പ്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുമ്പോൾ തന്നെ ഭർത്താവ് എപ്രകാരം ഭാര്യയെ ആ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുന്നു എന്നുള്ളതായ ആ മഹത്വകരമായ ഒരു ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വേൾഡ്ലി ഹെഡ്ഷിപ്പ് വേഴ്സസ് ഗോഡ്ലി ഹെഡ്ഷിപ്പ്. ലോകപരമായിട്ടുള്ള ഈ ശിരസ് എന്ന് പറയുന്നത് ദൈവികമായ ശിരസ് എന്ന് പറയുന്നതും രണ്ടാണ്. ഗോഡ്ലി ഹെഡ്ഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും അവിടെ ഒരു അധികാരം എടുക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ നിന്റെ ശിരസ്സാണ്, ആമേൻ, ഞാൻ നിന്റെ ശിരസ്സായിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ കരുതുവാനും സ്നേഹിക്കുവാനും ഞാൻ കടപ്പെട്ടവനാണ് എന്നുള്ളൊരു ചിന്തയാണ് അവിടെ കടന്നു വരുന്നത്. അല്ലാതെ ഒരു അധികാരം പ്രയോഗിക്കുന്ന ഒരു സ്നേഹമല്ല അവിടെ കടന്നു വരുന്നത്. അതുപോലെ തന്നെ സബ്മിഷനും അങ്ങനെയാണ്. പക്ഷെ ലോകപരമായിട്ടുള്ളതായ ഒരു ഹെഡ്ഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത്? ഞാൻ നിന്റെ ഭർത്താവാണ്, നീ അതുകൊണ്ട് എന്നെ അനുസരിച്ചുകൊള്ളണം, ഞാൻ പറയുന്നത് ചെയ്തു കൊള്ളണം എന്ന് പറയുന്ന ഒരു അധികാരം ചെലുത്തുന്നതാണ്. പക്ഷെ അതിന് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് ദൈവികമായ ആ ശിരസിന്റെ അനുഭവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഗോഡ്ലി സബ്മിഷൻ വേഴ്സസ് വേൾഡ്ലി സബ്മിഷൻ. വേൾഡ്ലി സബ്മിഷൻ എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്നത് അവിടെ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ എന്നുള്ളതാണ്. പക്ഷേ ദൈവികമായ ഒരു സബ്മിഷൻ എന്ന് പറയുമ്പോൾ ആമേൻ, ക്രിസ്തുവിന് എപ്രകാരം സഭ കീഴ്പ്പെട്ടിരിക്കുന്നു അതുപോലെ ഞാൻ എന്റെ ഭർത്താവിന് കീഴ്പ്പെടുവാൻ ബാധ്യസ്ഥയാണ് എന്നുള്ളതായ ആ സ്നേഹത്തിൽ കവിയുന്നതായ ഒരു സബ്മിഷനാണ് അവിടെ കടന്നു വരുന്നത്. അപ്പോൾ ഭാര്യയ്ക്ക് എന്ത് പ്രത്യേകമായി യാതൊരു യോഗ്യതയും ഇല്ലായിരിക്കാം സ്നേഹിക്കപ്പെടുവാനായിട്ട്, എങ്കിലും ഭർത്താവ് ഭാര്യയെ തന്റെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുവാനായിട്ട് ബാധ്യസ്ഥനാണ്. അഥവാ അതാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. കുറവുകൾ അനവധിയുണ്ട്. സ്നേഹിക്കപ്പെടുവാൻ ഒരുപക്ഷെ യാതൊരു യോഗ്യതയുമില്ലായിരിക്കും, എങ്കിലും സ്നേഹിക്കുവാൻ ദൈവവചനം അനുശാസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുവാൻ കടപ്പെട്ടവരുമാണ്. അപ്പോൾ സ്നേഹം എവിടെയുണ്ടോ അവിടെയാണ് ആ ലംഘനങ്ങളെയൊക്കെ മറയ്ക്കുവാനായിട്ട് സാധിക്കുന്നത്. പത്രോസ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചാണ്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ കവറപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ മറയ്ക്കുക മാത്രമല്ല, മറയ്ക്കുകയും ചെയ്യും. അത് അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്, അത് മറ്റവരിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതാണ് ദൈവിക സ്നേഹത്തിന്റെ പ്രത്യേകത. നമ്മള് ബൈബിൾ ഫാമിലി കൗൺസിലിന്റെ ആ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞാണെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞപ്പോൾ അതിന്റെ ആദ്യത്തെ ദിവസം തന്നെ അവരൊരു തീരുമാനമെടുത്തു. നമ്മൾ രണ്ടുപേരും ഓരോ ഡയറി കീപ്പ് ചെയ്യും. ഡയറി കീപ്പ് ചെയ്തിട്ട് ഓരോ ദിവസവും
ഭാര്യ ഭർത്താവ് കണ്ടതായ കുറവുകൾ ആ ഡയറിയിൽ എഴുതും. അതുപോലെ ഭർത്താവും ഭാര്യയിൽ കണ്ടതായ കുറവുകൾ ഓരോ ദിവസവും ഈ ഡയറിയിൽ എഴുതും. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ വർഷത്തിൽ ആ ഒരു വർഷമാകുമ്പോൾ അതിന്റെ വർഷത്തിന്റെ അവസാനം നമ്മൾ രണ്ടുപേരും ഈ ഡയറി എടുത്തിട്ട് നമുക്ക് അന്യോന്യം നമ്മുടെ കുറവുകൾ എവിടാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് അവര് തങ്ങളുടെ കുടുംബജീവിതം തുടങ്ങുന്നത്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഡയറി എടുത്തു. അങ്ങനെ ആയിരുന്നല്ലോ ആ കവനന്റ്. അങ്ങനെ ആ കവനന്റ് പ്രകാരം രണ്ടുപേരും ഡയറി എടുത്തു. ഡയറി എടുത്ത് ഭാര്യയുടെ ഡയറി ആദ്യം എടുത്തു. ആദ്യത്തെ പേജിലെല്ലാം ബ്ലാങ്ക്, രണ്ടാമത്തെ പേജിലും ബ്ലാങ്ക്, മൂന്നാമത്തത് ഒരാഴ്ച വരെയുള്ളതെല്ലാം ബ്ലാങ്ക് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ലൈൻ വന്നു, ഇന്ന് എൻ്റെ ഭർത്താവ് എന്നോട് ശബ്ദം ഉയർത്തി സംസാരിച്ചു. രണ്ടാമത്തെ ആഴ്ച വന്നപ്പോൾ 2 ലൈനുണ്ട്, ഇന്ന് എന്നോട് മിണ്ടാതെ ഇരുന്നു, ഇന്ന് എന്നോട് 3 തവണ കോപിച്ചു. ഇങ്ങനെ അങ്ങോട്ട് പോകുന്തോറും കൂടി വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു പേജ് നിറച്ചുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പേജിന്റെ അക്ഷരത്തിന്റെ സൈസ് ഒക്കെ ചെറുതായി വന്നു. അത് കഴിഞ്ഞപ്പോൾ അനക്സ് വെക്കേണ്ടതായ അഥവാ അഡീഷണൽ പേജ് വെക്കേണ്ടതായ അവസ്ഥയൊക്കെ വന്നു. അങ്ങനെ 365 ദിവസത്തെയും ഇത് അവരിരുന്ന് വായിച്ചു. അത് കഴിഞ്ഞ് ഭർത്താവിന്റെ ഡയറി എടുത്തു. ഭർത്താവിന്റെ ഡയറി എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പേജ് നോക്കിയപ്പോൾ അത് ബ്ലാങ്ക് ആണ്. രണ്ടാമത്തെ പേജിലും ബ്ലാങ്ക് ആണ്. ഒരാഴ്ചത്തെ ബ്ലാങ്ക്, 2 ആഴ്ച നോക്കിയപ്പോഴും ബ്ലാങ്ക്, 1 മാസം കഴിഞ്ഞപ്പോഴും ബ്ലാങ്ക്, 365 ദിവസം നോക്കിയപ്പോഴും ബ്ലാങ്ക്. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു. ഞാൻ എത്ര വിശ്വസ്തയോടുകൂടിയാണ് എല്ലാം നമ്മൾ പറഞ്ഞതനുസരിച്ച് എന്റെ ഡയറിയിൽ എഴുതി വെച്ചത്. നിങ്ങൾ പക്ഷേ എന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത്, എന്നെ ചീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ ഭർത്താവ് പറഞ്ഞതായ മറുപടി, ഞാൻ നോക്കിയപ്പോൾ നിന്നിൽ ഒത്തിരി കുറവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുറവുകളും ഞാൻ നിന്നെ സ്നേഹിച്ചതായ സ്നേഹവുമായിട്ട് ഞാനത് കമ്പയർ ചെയ്തപ്പോൾ നിന്റെ ആ കുറവുകളെ എനിക്ക് എഴുതുവാനായിട്ട് സാധിക്കുന്നില്ല. അഥവാ എന്റെ സ്നേഹം നിന്റെ സകല കുറവുകളെയും ക്ഷമിക്കുന്നതും മറയ്ക്കുന്നതുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അനേക കുറവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലെ? കുറവില്ലാത്തവരാരുമില്ല. എങ്കിലും ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ് ആമേൻ, നമ്മൾ അന്യോന്യം സ്നേഹിക്കുക, കരുതുക, ബഹുമാനിക്കുക, ക്ഷമിക്കുക എന്നുള്ളത്. സ്നേഹം എവിടെയുണ്ടോ അത് പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നതാണ്, മറക്കുന്നതുമാണ് നമ്മൾ ഓർത്തുകൊള്ളുക. അപ്പോൾ ക്രിസ്തീയ കുടുംബജീവിതത്തിൽ ഈ കീഴ്പ്പെട്ടിരിക്കുക, ശരീരത്തെ പോലെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ബേർഡൻ ആയിട്ടുള്ളതായ ഒരു കാര്യമല്ല, എനിക്കൊരു വലിയ ഭാരമല്ല. കാരണം ദൈവവചനം അനുശാസിക്കുന്നു, ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു, ഇതാണ് എന്റെ മാനദണ്ഡം. അതനുസരിച്ചാണ് ഇവിടെ ആ ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാകേണ്ടത്. ആമേൻ. നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിച്ചു. 1 പത്രോസ് 3-ാമത്തെ അധ്യായം, അതിന്റെ 1 പത്രോസ് 3-ാമത്തെ അധ്യായം അതിന്റെ ഒന്നുമുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അതിന്റെ 7-ാമത്തെ വാക്യം നമ്മളിത് ബൈബിൾ സ്റ്റഡി സമയത്തും അന്ന് ഫാമിലി കൗൺസിലിന്റെ സമയത്ത് നമ്മൾ എടുത്ത് സംസാരിച്ചാണ്. അവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്ന കാര്യം 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. 2 പ്രധാന കാര്യങ്ങൾ നമ്മൾ അവിടെ മനസ്സിലാക്കണം. 1, മനസ്സിലാക്കി ജീവിക്കണം. വിവേകത്തോടുകൂടി ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് വിവേകത്തോടുകൂടി അന്യോന്യം ഇടപെടുവാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് ഭർത്താവ് ഭാര്യമാരോട് കൂടെ പാർക്കുമ്പോൾ അഥവാ അവൾ കൂട്ടവകാശി എന്ന് മനസ്സിലാക്കിയിട്ട് വിവേകത്തോടുകൂടി ഭാര്യമാരോടുകൂടെ വസിക്കുക. പലപ്പോഴും വിവാഹത്തിനൊക്കെ നമ്മൾ കേൾക്കുന്നതായ ഒരു പദമാണ് അന്യോന്യം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം, നമ്മൾ ടോളറന്റ് ആയിരിക്കണം, നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം, അക്കോമഡേറ്റീവ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പദങ്ങൾ. പക്ഷെ ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ മാനുഷികമായിട്ടുള്ളതായ ഒരു പരിഗണനയാണ്, അതിനൊക്കെ ഏറ്റക്കുറിച്ചിൽ വരുന്നതാണ്. അഥവാ അത് പലപ്പോഴും
എപ്പോഴും ആർട്ടിഫിഷ്യലായ ഒരു അനുഭവമായിരിക്കും. എന്നാൽ അന്യോന്യം മനസ്സിലാക്കി വിവേകത്തോടുകൂടി അണ്ടർസ്റ്റാൻഡിങ് മാനർ, അഥവാ ബി കൺസിഡറേറ്റ്, അവൾ ബലഹീന പാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സ്ത്രീ പുരുഷ ബന്ധത്തിൽ നമുക്കറിയാം, രണ്ടുപേരെയും തികച്ചും വ്യത്യസ്തമായിട്ടാണ് വലിയവനായ ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഫിസിക്കൽ ഡിഫറൻസ്, എമോഷണൽ ഡിഫറൻസ്, ബയോളജിക്കൽ ഡിഫറൻസ്, മെന്റൽ ഡിഫറൻസ്, ഓരോരുത്തരുടെ ചിന്താഗതികളുടെ വ്യത്യാസം, പ്രയോറിറ്റീസിന്റെ വ്യത്യാസം, ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേകമായ വ്യത്യാസങ്ങളാണുള്ളത്. രണ്ട് ധ്രുവങ്ങളിലുള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് ഒത്തൊരുമിച്ച് ജീവിക്കുവാനായിട്ട് കർത്താവ് ആ സ്നേഹത്തിന്റെ കുടക്കീഴിൽ ഒന്നിച്ചു കൊണ്ടാക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അന്യോന്യം വിവേകത്തോടുകൂടി ജീവിക്കുക. ഒന്ന്, അവിടെ പറഞ്ഞിരിക്കുന്നത് അന്യോന്യം വിവേകത്തോടുകൂടി ജീവിക്കുക. രണ്ട്, അവിടെ പറഞ്ഞിരിക്കുന്ന അവർക്ക് ബഹുമാനം കൊടുക്കുവിൻ. ഭാര്യ സബ്മിസീവ് എന്ന് പറയുമ്പോൾ അവൾക്ക് ബഹുമാനം കൊടുക്കണ്ട എന്നല്ല എന്റെ അർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭർത്താവ് ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കണം. ആമേൻ. ഭാര്യ സബ്മിസീവ് ആയിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഒരു സ്ലേവറി അല്ല അവിടെ കാണുന്നത്, ഒരു അടിമത്വമല്ല നമ്മൾ കാണുന്നത്. അവൾക്ക് കൊടുക്കേണ്ടതായ ബഹുമാനം കൊടുത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം. നമ്മൾ ആ ഫാമിലി കൗൺസിലിന്റെ സമയം എടുത്തപ്പോൾ നമ്മൾ ആ ലവ് ലാംഗ്വേജിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. എല്ലാവരും അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കരുതുകയാണ്. ഇപ്പം 1.5 വർഷമായപ്പോ അതൊക്കെ മറന്നുപോയി. ലവ് ലാംഗ്വേജ് എന്താണെന്നായിരിക്കും ഇപ്പൊ ചോദിക്കുന്നത്, അല്ലേ? ആമേൻ. ലവ് ലാംഗ്വേജ് ഒക്കെ ദിവസവും നമ്മൾ ആമേൻ ഇത് എന്താണ് സ്പോണ്ടേനിയസ് ആയിട്ട്, അഥവാ നമ്മൾ ആരും പറയേണ്ട, ഇത് സ്വയമായിട്ടുണ്ടാകേണ്ട ഒന്നാണ് ഈ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ, അല്ലെ? 5 ലവ് ലാംഗ്വേജ് ആയിരുന്നു നമ്മളന്ന് ചിന്തിച്ചത്. ഗാരി ചാപ്പിളിന്റെ ആ ചിന്താഗതിയിൽ നിന്ന് എടുത്തുകൊടുന്ന 5 ഒന്ന്, ഇപ്പം അങ്ങോട്ട് നമുക്ക് ഇത് എന്താ ഇന്ററാക്റ്റീവ് അല്ലല്ലോ, അല്ലേ? അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല ഓർമ്മയാണെന്നൊക്കെ ഞാൻ കരുതുന്നു. ഒന്ന്, വേർഡ്സ് ഓഫ് അഫർമേഷൻ, അല്ലേ? ഒരു പ്രോത്സാഹനത്തിന്റെ അല്ലെങ്കിൽ ഒരു അഭിനന്ദനത്തിന്റെ വാക്കുകളെ, ഇത് രണ്ടുപേർക്കും ഉള്ളതാണ്. അഭിനന്ദനത്തിന്റെ വാക്കുകളെ, ഒരു പ്രോത്സാഹനത്തിന്റെ വാക്കുകളെ അന്യോന്യം പറയുവാനായിട്ട് സാധിക്കണം. നമ്മള് ഒരു റെസ്റ്റോറന്റിൽ ചെന്നിട്ട് 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഒരു വെയിറ്റർ വരും. വെയിറ്റർ വന്നു കഴിഞ്ഞാൽ അവനൊരു ഓർഡർ എടുത്തോണ്ട് പോകും. അരമണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും ഫുഡ് കൊണ്ടുവരും. ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വായി വെക്കാൻ കൊള്ളാത്ത ഫുഡായിരിക്കും. അതെന്തുമായാലും എല്ലാം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ അവന് ടിപ്സും കൊടുക്കും, എന്നിട്ട് അവന് താങ്ക് യുവും പറയും, അല്ലേ? സ്വന്തം ഭാര്യ ദിവസം 3 തവണത്തിന് പകരം 4 തവണ നല്ല രുചികരമായ ആഹാരം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ 10 വർഷം 20 വർഷമായിട്ട് എത്ര തവണ ഒരു താങ്ക് യു അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ഡ്യൂട്ടി പോലെയാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? ആമേൻ. പ്രിയപ്പെട്ട, ഇതാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ. അപ്പോൾ ഒരു നന്ദി വാചകം പറയുമ്പോൾ, ആമേൻ, ഒരു എൻകറേജിങ് ആയിട്ടുള്ള, ഒരു അപ്രിസിയേറ്റീവ് ആയിട്ടുള്ള ഒരു വാക്ക് പറയുമ്പോൾ അവിടെയുള്ളതായ ജീവിതത്തിന് വലിയൊരു വ്യത്യാസമാണ് അവിടെ ഉണ്ടാകുന്നത്. രണ്ടാമത് നമ്മൾ കണ്ടു ഗിഫ്റ്റ്. എന്തെങ്കിലും ഒരു സ്നേഹ ഉപഹാരം കൊടുക്കുക. അതിന്റെ സൈസോ അതിന്റെ വാല്യൂ ഒന്നുമല്ല, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ആമേൻ, a token of our ആ ഒരു ഗിഫ്റ്റ്. ഞാൻ കഴിഞ്ഞ എന്റെ ശ്രീമതി ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റിന്റെ ഫോട്ടോ ഞാൻ ചിലർക്ക് അയച്ചായിരുന്നു, കണ്ടായിരുന്നല്ലോ. വലിയ വെയിറ്റ് ഉള്ള സാധനമാണ് കൊടുത്തത്, അല്ലേ? ആമേൻ. വലിയൊരു അമ്മിക്കല്ല കൊടുത്തത്. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മളെ വലുത് കൊടുക്കുന്നല്ല, ചെറുത് കൊടുക്കുന്നല്ല. ആമേൻ. ഒരു ഗിഫ്റ്റ് ആണ് ഒരു അപ്രിസിയേഷൻ. മറ്റൊന്ന് നമ്മൾ കണ്ടത് ക്വാളിറ്റി ടൈം. വെറും ടൈം അല്ല, ക്വാളിറ്റി ടൈം. ഫേസ്ബുക്കിൽ നോക്കാൻ ഒരു ദിവസം കുറഞ്ഞ 2 മണിക്കൂർ വേണം. വാട്സപ്പിൽ നോക്കാൻ ദിവസം 5 മണിക്കൂർ വേണം. ഭാര്യയോട് വാട്സാപ്പ് എന്ന് ചോദിക്കാൻ ഒരു സമയമില്ല. വാട്സപ്പിൽ നോക്കാൻ 5 മണിക്കൂറുണ്ട്, ഭാര്യയോട് വാട്സപ്പ് അല്ലെ ഭർത്താവിനോട് വാട്സപ്പ് എന്ന് ചോദിക്കുവാനായിട്ട് സമയമില്ല. ഇമെയിൽ നോക്കുവാൻ ദിവസം 8 മണിക്കൂറുണ്ട്.
അടുത്തിരിക്കുന്ന ഭാര്യയാകുന്ന ഫീമെയിലിനെ നോക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ഫീമെയിലിനെ നോക്കുവാനായിട്ട് സമയമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കണം. ഇതാണ് അണ്ടർസ്റ്റാൻഡിങ് മാനർ എന്ന് പറയുന്നത്. ക്വാളിറ്റി ടൈം നമ്മളന്ന് പറഞ്ഞായിരുന്നു, വല്ലപ്പോഴും ദിവസം ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം ഒന്ന് നോക്കിയിരുന്ന് സംസാരിക്കണം അല്ലേ? അതൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ കരുതുന്നു. 10 മിനിറ്റ് നോക്കിയിട്ട് 1 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗുസ്തിയായിരുന്നു അല്ലേ? നോക്കാതിരുന്ന അത്ര ആശ്വാസം എന്നാണ് കരുതുന്നത്. പ്രിയമുള്ളവരെ, ഓർക്കുക, ക്വാളിറ്റി ടൈം, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകട്ടെ. മറ്റൊന്ന് നമ്മൾ കണ്ടത് ആർട്ട് ഓഫ് സർവീസ്, അഥവാ ആക്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പിംഗ് ആക്ട്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് ഒരു സഹായഹസ്തം. ഇത് പ്രത്യേകിച്ച് സഹോദരിമാർക്ക് അഥവാ ഭാര്യമാർക്ക് ചെയ്യുമ്പോഴാണ് വലുത്. ആണുങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യുന്നത് പൊതുവെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. എന്നാൽ സ്ത്രീകൾക്ക് അത് ചെയ്യുമ്പോൾ സഹായഹസ്തം കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ എൻകറേജ്മെന്റ് ആണ്. അതുപോലെയാണ് ടച്ച്. ഇതൊക്കെ നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കടന്നു പോകുന്നില്ല. പക്ഷേ കുടുംബ ജീവിതത്തിൽ അതിനെ മനസ്സിലാക്കി ജീവിക്കുക, അതാണ് പൗലോസിന്റെ ഭാഷയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. പൗലോസ് പറയാണ്, ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. കർത്താവ് എപ്രകാരമാണ് സ്നേഹിച്ചത് എന്നുള്ളതായ ആ ചിന്ത നമുക്ക് വരണം. അപ്പോൾ ഒരു ഭാര്യയെ കരുതുവാനായിട്ട് സാധിക്കണം. നമ്മള് ഈ സാധാരണ പറയാത്തൊരു പദമാണ്, റിട്ടൺ ലാംഗ്വേജിൽ സാധാരണ ചെറുനും പെണ്ണും എന്നല്ല പറയുന്നത്, ആണും പെണ്ണും എന്നാണ് പറയുന്നത് അല്ലേ? പക്ഷെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ സാധാരണ നമ്മൾ കാണുന്നത് ചെറുക്കനും പെണ്ണും അല്ലെ? പെണ്ണും ചെറുക്കനും കാണുക, അല്ലെങ്കിൽ ചെറുക്കനും പെണ്ണും കാണുക എന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ ചെറുക്കൻ എന്നുള്ള പേര് വന്നത്? ചെറുക്കൻ എന്ന് പറഞ്ഞാൽ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ്. അതിന്റെ അർത്ഥം എന്താണ്? ചെറുക്കുവാൻ കഴിയുന്നവനാണ് ചെറുക്കൻ. ചെറുക്കുവാൻ കഴിയുന്നവനാണ് ചെറുക്കൻ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീയെ സംരക്ഷിക്കുവാൻ കഴിയുന്നവരായിരിക്കണം പുരുഷൻ എന്ന് പറയുന്നത്. അതവനാണ് ചെറുക്കൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മള് വേദപുസ്തകത്തിലേക്ക് തന്നെ കടന്നു വരാം. നമുക്ക് പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ മോശ മിസ്രൈമിൽ നിന്നുള്ളതായ ആ ഒളിച്ചോട്ടം നമുക്കറിയാമല്ലോ. അവിടെ ഒരു മിസ്രൈമിൽ ദാസനെ കൊന്നു, അത് എല്ലാവരും അറിഞ്ഞു എന്നുള്ളത്. ആ പേടി കൊണ്ട് താൻ ജീവരക്ഷാർത്ഥം ഓടി അങ്ങനെ മിദ്യാന്യ മരുഭൂമിയിൽ എത്തുകയാണ്. മിദ്യാന്യ മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അവിടെ നമ്മൾ കാണുന്നു, എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ച് അവരുടെ ആടുകളെ കുടിപ്പിച്ചു. ഇവിടെ റുവേലിന്റെ അഥവാ മോശയുടെ പിന്നീട് അമ്മായിപ്പനായ ജിത്രോവിന്റെ പെൺമക്കൾ 7 പെൺമക്കൾ തങ്ങളുടെ ആടുകളെ അവിടെ മേയിച്ചിട്ട് വെള്ളം കുടിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നതായ സമയത്ത് അവിടെ നമ്മൾ വായിക്കുന്നു, കുടിക്കാൻ നിറച്ചു. എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു. ചിലർ വന്ന് അവരെ ആട്ടിക്കളയുന്ന അനുഭവം വന്നപ്പോൾ അവിടെ മോശ എഴുന്നേറ്റ് ഈ ജിത്രോയുടെ മക്കൾ അഥവാ റുവേലിന്റെ മക്കളുടെ ആടുകളെ സംരക്ഷിച്ചു, അവർക്ക് കുടിക്കുവാനായിട്ട് കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അഥവാ അവിടെയാണ് ചെറുക്കൻ എന്ന് പറയുന്നതായ ഒരു പുരുഷന്റെ യഥാർത്ഥ യോഗ്യത അവിടെ കാണുന്നത്. അതിനുശേഷമാണ് ജിത്രോ തന്റെ മക്കളോട് ചോദിക്കുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്ന്, ആരാണ് നിങ്ങളെ സഹായിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഈ മോശ ആരെന്ന് പോലും അറിയത്തില്ല. മോശ ഒരു മിസ്രൈമൻ എന്നാണ് അവർ കരുതിയിരുന്നത്. ആ മിസ്രൈമിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് ഈ മോശ സിപ്പോറയുടെ ഭർത്താവായി തീരുന്നത്. അപ്പോൾ അഥവാ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട്, ചെറുത്ത് നിൽക്കുവാനായിട്ട് കഴിയുന്ന ഒരുവനാണ് ചെറുക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം ഭാര്യയെ സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ ഒരു പുരുഷന് കഴിയണം. അപ്പോൾ ഇതെല്ലാം ദൈവവചനത്തിന്റെ വ്യവസ്ഥ
നമ്മൾ ഓർത്തോണം. സ്വന്തം ഭാര്യ അവളെന്റെ അടിമയല്ല, അവൾ എന്റെ ജീവിത പങ്കാളിയാണ് എന്നുള്ളതായ ബോധം എപ്പോഴും നമ്മളെ ഭരിക്കണം. അപ്പോൾ ആ ഒരു സ്നേഹം നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ പൗലോസ് ചോദിക്കുന്ന ആ ചോദ്യമാണ്, ഈ സ്നേഹത്തിൽ നിന്നും ആരെന്നെ വേർപിരിക്കും? മാനുഷികമായ ഒരു ചിന്തയാണ് വരുന്നതെങ്കിൽ എപ്പോ വേർപിരിയും നോക്കിയാൽ മതി. വേർപിരിയാൻ 1000 കാരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവസ്നേഹത്തിൽ കടന്നു വരുമ്പോൾ പൗലോസ് ചോദിക്കുന്ന പോലെ ഈ സ്നേഹത്തെ തന്നെ ആർ വേർപിരിക്കും? അത് ക്രിസ്തുവിനുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഓർക്കുക, ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും അന്യോന്യം വേർപിരിപ്പാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതായ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് അവരവിടെ കടന്നു വരികയാണ് ചെയ്യുന്നത്. ഇനി അതിന്റെ 26, 27 വാക്യങ്ങൾ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. അപ്പോൾ ക്രിസ്തുവിന്റെ മണവാട്ടി സഭ അവൾ കറ, ചുളുക്കം എന്നിവ ഇല്ലാത്തവളാണ്. മാത്രമല്ല തേജസ്സോടെ തന്റെ അരുമ മണവാളന്റെ മുൻപിൽ നിൽക്കേണ്ടവളാണ് ഈ തന്റെ മണവാട്ടിയാകുന്ന സഭ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് തന്റെ അരുമ മണവാളൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്, തന്നെ തന്നെ യാഗമാക്കിയത്. കാരണം അവളെ ശുദ്ധീകരിക്കണം. തിരുവചനത്തിന്റെ അടിസ്ഥാന ഉപദേശമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ശുദ്ധീകരണം കൂടാതെ ആരും പിതാവിനെ കാണുകയില്ല. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സഭ എന്തുകൊണ്ടും വിശുദ്ധമാണ്. അവളിൽ യാതൊരു കറയും ചുളുക്കവും ഉണ്ടാകുവാൻ പാടില്ല. അവളെ അതിനുവേണ്ടി വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കിയിട്ട് തേജസ്സോടെ നിർത്തുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ആ പദം പ്രത്യേകം ചിന്തിക്കാം. വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ അവളെ വെടിപ്പാക്കി. നമ്മള് ഇത് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും വിശ്വാസ സ്നാനമായിട്ടുള്ള ബന്ധത്തിലാണ് ഇതെന്ന്. തീർച്ചയായിട്ടും വിശ്വാസ സ്നാനം അത്യന്താപേക്ഷിതമാണ്, അത് അടിസ്ഥാന ഉപദേശമാണ്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ഈ വചനത്തോടു കൂടിയ ജലസ്നാനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആമേൻ നമ്മുടെ വിശ്വാസ സ്നാനമല്ല, മറിച്ച് ദൈവവചനത്താലുള്ളതായ ഒരു കഴുകൽ, ഒരു ശുദ്ധീകരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുവനെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നവൻ നമ്മുടെ കർത്താവാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ ശുദ്ധീകരിക്കാൻ സാധിക്കത്തില്ല, ഭർത്താവിന് ഭാര്യയെ ശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ശുദ്ധീകരിക്കുന്നവൻ കർത്താവാണ്. ആമേൻ. പക്ഷേ ഭർത്താവ് എങ്ങനെയാണ് ഇപ്രകാരം ഒരു ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത്? അവളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കും. അഥവാ ദൈവവചന ഉപദേശത്തിലേക്ക് ഒരു ഭാര്യയെ കൊണ്ടുവരേണ്ട ചുമതല ഭർത്താവിനാണുള്ളത്. കാരണം സഭയെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ ശുദ്ധീകരിച്ച് തേജസ്സോടെ നിർത്തുന്നത് മണവാളനായ കർത്താവാണ്. പുരോഹിതൻ, ഒരു ഭർത്താവ് അഥവാ വീട്ടിന്റെ നായകൻ എന്ന് പറയുന്നത് ആ ഭവനത്തിന്റെ പുരോഹിതനാണ്. അതാണ് അവിടെ ഒരു ഓൾട്ടർ ഉണ്ടായിരിക്കണം, അവിടെ ഒരു ആരാധന ഉണ്ടായിരിക്കണം. അതിന്റെ പൗരോഹിത്യം വഹിക്കുന്നത് ആ വീട്ടിന്റെ നായകനായ അല്ലെങ്കിൽ ഭർത്താവിന്റെ ചുമതലയാണ്. അത് ദൈവവചന വ്യവസ്ഥയാണ്. ഭർത്താവിന് ഭാര്യയെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല, പക്ഷേ അവളെ ദൈവവചനം പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം എന്ന് പറഞ്ഞിരിക്കുന്നത് റിട്ടൺ വേർഡ് അല്ല, മറിച്ച് സ്പോക്കൺ വേർഡ് അഥവാ ലോഗോസ് അല്ല, മറിച്ച് റേമയാണ്. ഒരുത്തന്റെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു ചെല്ലുന്നതായ വചനമാണ് ഇവിടെ പറയുന്നത്. ഹൃദയത്തിനകത്തേക്ക് ഒരുവനിൽ വചനം കടന്നു ചെല്ലുമ്പോൾ മാത്രമേ അവിടെ ശുദ്ധീകരണം നടക്കുന്നുള്ളൂ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അപ്പോൾ വലിയവനായ ദൈവം തന്നെയാണ് എല്ലാവരെയും ശുദ്ധീകരിക്കുന്നവൻ. വീണ്ടും എബ്രായ ലേഖനത്തിൽ തന്നെ അതിന് പല ഇതുണ്ട്. അതിന്റെ 10-ന്റെ 10 നമ്മൾ വായിക്കുന്നു, ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ അവന്റെ കാൽവരി യാഗത്താലാണ് അവിടെ ശുദ്ധീകരണം ഉണ്ടാകുന്നത്.
അവന്റെ ഏകയാഗത്താൽ, അതിന്റെ 10:14 നമ്മൾ വായിക്കുന്നു, ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയാണ് ഈ ശുദ്ധീകരണം നടക്കുന്നത്. അല്ലാതെ ബാഹ്യമായ ഒരു കർമ്മമാർഗത്താലുള്ളതായ ഒരു ശുദ്ധീകരണമല്ല ഇവിടെ പൗലോസ് പറയുന്നത് നമ്മൾ ഓർത്തോണം. അപ്പോൾ ക്രിസ്തുവിന്റെ കാന്തയായ സഭ എന്ന് പറയുന്നത് യാതൊരു കറയും മാലിന്യവുമില്ലാതെ ആമേൻ ശുദ്ധീകരിക്കപ്പെട്ടതായ തേജസ്സോടെ അരിമമണവാളിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒന്നാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. അതുപോലെ ഒരു പുരുഷന് തന്റെ ഭാര്യ എന്ന് പറയുന്നത് ആമേൻ ഇതുപോലെ ശുദ്ധീകരിച്ചു വേണം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ. അതിനുള്ളതായ സകല മുഖാന്തരങ്ങളും, അതിനുള്ളതായ സകല സഹായഹസ്തങ്ങളും ഭർത്താവിന് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം. പക്ഷെ ശുദ്ധീകരിക്കുന്നവൻ ഭർത്താവല്ല. ശുദ്ധീകരിക്കുന്നത് മൂന്ന് രീതിയിലാണ് ഒരുവന് ശുദ്ധീകരണം ഉണ്ടാകുന്നത്. അഥവാ ദൈവവചന വ്യവസ്ഥ പ്രകാരം നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കുന്നത്, ഒന്ന്, യേശുവിന്റെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണമുണ്ട്. 1 യോഹന്നാൻ 1:3, എബ്രായ ലേഖനം 9:14. അവിടെ നമ്മൾ വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം സാധ്യമാകുന്നുണ്ട്. ആമേൻ. രണ്ടാമത്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബൈ ദ സ്പിരിറ്റ് വി ആർ ക്ലെൻസ്. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ മൂന്നാമതൊരു ക്ലെൻസിങ് ഉണ്ട്, അതാണ് ദൈവവചനത്താലുള്ളതായ ക്ലെൻസിങ്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. യോഹന്നാൻ 15-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നു. ആമേൻ. മാത്രമല്ല ദൈവത്തിന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വചനത്തോടുകൂടിയ ജലസ്നാനത്താലാണ് തന്റെ സഭയെ ഇവിടെ ശുദ്ധീകരിച്ച് തേജസ്സോടെ നിർത്തുന്നത്. ഈ വചനം ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്പോക്കൺ വേർഡാണ്. റോമലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ ഈ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ അവിടെ രൂപാന്തരം ഉണ്ടായിട്ട് ആമേൻ അവിടെ ഒരു ശുദ്ധീകരണം നടക്കുകയാണ് ചെയ്യുന്നത്. സഭ അപ്പോൾ തേജസ്സോടെ തന്റെ അരിമ മണവാളിന്റെ മുൻപിൽ നിൽക്കേണ്ടവളാണ് എന്നുള്ളതായ ബോധത്തിലാണ് എപ്പോഴും ആയിരിക്കുന്നത്. പക്ഷേ സഭ ഇപ്പോൾ പെർഫെക്റ്റ് അല്ല, ആ പ്രോസസ്സിലാണ് നടക്കുന്നത്. ഇതുപോലെ ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവ് വരെയും നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ശുദ്ധീകരണം ക്രിസ്തുവിന്റെ വരവിലാണ് തേജസ്സോടെ അവന്റെ മുന്നിൽ നിൽക്കുന്നത്. അവിടെയാണ് ശലോമോൻ പറഞ്ഞിരിക്കുന്ന ആ മനോഹരമായ അവസ്ഥ, എന്റെ പ്രിയേ നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. എന്റെ പ്രിയ നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. അപ്പോൾ തേജസ്സോടെ അരിമ മണവാളിന്റെ മുൻപിൽ സഭ നിൽക്കുമ്പോൾ എന്റെ പ്രിയ അവൾ സർവാംഗ സുന്ദരിയാണ്, അവൾക്ക് യാതൊരു ഊനവുമില്ല. അതിനുവേണ്ടി ആമേൻ ക്രിസ്തുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നു, അവന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ വചനത്തോടുകൂടിയ ജലസ്ഥാനത്താൽ അവളെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം തന്നെ നമ്മൾ 1-ാം അധ്യായത്തിൽ മുഴുവൻ കണ്ടതാണ്. എഫെസ്യർ 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടു. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ തിരഞ്ഞെടുത്തു. ആമേൻ. നമ്മളെ ദത്തെടുത്തു. ഇതൊക്കെ നമ്മൾ തുടക്കത്തിലേ കണ്ടതാണ്. അപ്പോൾ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് എയിം സഭയെ കുറിച്ചുള്ളത് നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഈ വിശുദ്ധിയുടെ അനുഭവം കടന്നു വരണം. കറ, ചുളുക്കം, മാലിന്യമൊന്നും ഇല്ലാത്തതായ ഒരു വിശുദ്ധമായ ഒരു അനുഭവത്തിൽ വേണം അവിടെ കടന്നു വരുവാനായിട്ട്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ ഉള്ളതായ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് സഭയെ അവൻ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുടുംബജീവിതത്തിലും എപ്പോഴും ഈ വിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടതാണ്. ആ സ്നേഹമെന്ന് പറയുമ്പോൾ, ആ കരുതലെന്ന് പറയുമ്പോൾ ആമേൻ
അവിടെ ഒരു വിശുദ്ധിയുടേതായ സ്നേഹമാണ്, വിശുദ്ധിയുടേതായ കരുതലുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് ഭാര്യയ്ക്ക് അനേക കുറവുകളുണ്ട്. കറയും ചുളുക്കവും മാലിന്യവും ഒക്കെ ഉണ്ടാകണം. കറയും ചുളുക്കവും. കറ എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിൽ കറ പിടിക്കും. പക്ഷെ ചുളുക്കം ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ചുളുക്കം പ്രായാധിക്യം വരുമ്പോഴാണ് ചുളുക്കം ഉണ്ടാകുന്നത്, അല്ലേ? സ്കിന്നൊക്കെ, ഞങ്ങളെപ്പോഴുള്ളവരുടെ ഒക്കെ സ്കിന്നൊക്കെ ഇങ്ങനെ ചുളുക്കം വെച്ചിരിക്കുക, അത് പ്രായം കാണിക്കുന്ന. പക്ഷേ മണവാളന്റെ മണവാട്ടിക്ക് കറയുമില്ല, ചുളുക്കവുമില്ല, അഥവാ പ്രായാധിക്യം ഉണ്ടാകുന്നില്ല. എപ്പോഴും ആ സർവാംഗ സുന്ദരിയായിട്ടാണ് ആയിരിക്കുന്നത്. അപ്പോൾ ദിനം കഴിയും തോറും ഈ സൗന്ദര്യത്തിന് ഒരു കുറവ് വരുന്നതാകരുത്. ഇത് ദിനം തോറും വർദ്ധിച്ചു വരുന്നതായ ആ സ്നേഹവും വിശുദ്ധിയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭർത്താവിന് ഭാര്യയുടെ കുറവ് കണ്ടുപിടിക്കുവാനും ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കുറവ് കണ്ടുപിടിക്കുവാനല്ല സാധിക്കേണ്ടത്, മറിച്ച് ആമേൻ ക്രിസ്തുവിൽ ആരാണെന്നുള്ള ബോധത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ അന്യോന്യം കുറ്റം പറയുന്നവരല്ല, മറിച്ച് അന്യോന്യം ഈ വചനത്താലുള്ള ജനസ്നാനത്താൽ വെടിപ്പാക്കി അന്യോന്യം വിശുദ്ധിയിൽ മുന്നേറുന്ന ഒരു അനുഭവമാണ് അവിടെ പറയുന്നത്. പലപ്പോഴും പറയാനുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിം ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു പണ്ട്. അങ്ങനല്ല, ഒരിക്കലും അങ്ങനല്ല. നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ ബാധ്യസ്ഥരാണ്, അന്യോന്യം ശുദ്ധീകരിക്കുവാൻ ബാധ്യസ്ഥരാണ്, അന്യോന്യം ആത്മീയമായിട്ട് എഡിഫൈ ചെയ്യിക്കുവാനായിട്ട് ദൈവം തന്നെ നമ്മളെ അനുശാസിക്കുന്നത്. കാരണം ഇവിടെയാണ് ആ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം കിടക്കുന്നത്. കുറവ് കണ്ടുപിടിക്കുകയല്ല, ആമേൻ. അവിടെ ശൂന്യകാര്യത്തിക്ക് എന്തെങ്കിലും കുറവ് ഉണ്ടായിരുന്നിട്ടല്ല, അഥവാ കുറവില്ലായിട്ടല്ല അവിടെ കാന്തൻ വിളിച്ചു പറയുന്നത് എന്റെ പ്രിയ നീ സർവാംഗ സുന്ദരി എന്ന്. ശൂന്യകാര്യത്ത് തന്നെ പറയുന്നുണ്ട്, ഞാൻ വെയിൽ കൊണ്ട് ഞാൻ കറുത്തിരിക്കുകയാണ്, എന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവള് തന്നെ തന്റെ ഉത്തമഗീതത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവള് തന്നെ തന്റെ ആ കുറവുകളെ വിളിച്ചു പറയുന്നു. പക്ഷെ പ്രിയൻ അവളെ കാണുമ്പോൾ ആ കുറവുകളല്ല കാണുന്നത്, മറിച്ച് എന്റെ പ്രിയെ നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. ഈ തരത്തിൽ വേണം നമുക്ക് ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. അന്ന് കറയും ചുളുക്കവും മാലിന്യവും വട്ടം ഒന്നും ഇല്ലാതെ നമുക്ക് അവന്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കണം. പക്ഷെ അത് നിൽക്കണമെങ്കിൽ ഈ പ്രോസസ്സിൽ കൂടി നമ്മൾ കടന്നു പോകണം. വചനത്തോടു കൂടിയ ജലസ്നാനത്താലുള്ളതായ ശുദ്ധീകരണം നമുക്ക് നടക്കണം. അപ്പോൾ എവറി ഡേ ക്ലെൻസിങ് നമുക്ക് ആവശ്യമാണ്, ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്, റിഫ്രഷിങ് നമുക്ക് ആവശ്യമാണ്. ഏദൻ തോട്ടത്തിൽ യഹോവയായ ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ യാതൊരു ഇൻഫോർമിറ്റീസും ഇല്ലായിരുന്നു, ഒരു കറയും ഒരു ചുളുക്കവും ഇല്ലായിരുന്നു. ആദാമിന് വേണ്ടി ആദ്യം യഹോവയായ ദൈവം ഒരു തുണയ്ക്ക് വേണ്ടി അവിടെയൊക്കെ അന്വേഷിച്ചു. പക്ഷെ നോക്കിയതിൽ ഒന്നും കിട്ടിയില്ല. കിട്ടാത്തത് കൊണ്ടാണ് യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഠനിദ്ര വരുത്തിയിട്ട് അവന്റെ വാരിയലിലെടുത്ത് അതിൽ നിന്ന് ഒരു സ്ത്രീയെ ഉണ്ടാക്കിയത്, അല്ലെ? സ്ത്രീയെ ഉണ്ടാക്കി ആദാമിന്റെ മുൻപിൽ സ്ത്രീയെ കൊണ്ട് നിർത്തി. ആദാമാണ് അവൾക്ക് ഹവ്വ എന്ന് പേരിട്ടത്, അല്ലെ? ഹവ്വ എന്ന പേര് വന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ആദാം ഹവ്വയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കി. അതുവരെ പലതും നോക്കി, ഒരു തക്ക തുണ കിട്ടുമെന്ന് ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഹവ്വയെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഹാ വാ,
ഹവ്വ. അങ്ങനെയാണ് ഹവ്വ ആയത്. ഓക്കെ, അത് ജോക്കാണ്, ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, ആദം ഹവ്വയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളതായ ഒരു തുണയാണ് അവിടെ കണ്ടത്. പക്ഷേ പാപം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ തേജസ്സിൻ്റെതായ പ്രഭ അവിടെ നഷ്ടപ്പെട്ടു. അഥവാ ആ ദൈവം ആഗ്രഹിച്ച രീതിയിലുള്ളതായ ആ വിശുദ്ധി അവിടെ നഷ്ടപ്പെട്ടു പോയി. പാപം എവിടെ കടന്നു വരുന്നു അവിടെ മലിനതയാണ് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു. എന്താണെന്നറിയാമോ പൗലോസ് അവിടെ പറയുന്നത്? ആദ്യമേ ദൈവം ആ ഏദൻ തോട്ടത്തിൽ വെച്ച് നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾ വെളിച്ചമായിരുന്നു, എന്നാൽ പാപം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇരുളായി തീർന്നു. അങ്ങനെ ഇരുളായ നിങ്ങളിൽ ഇന്ന് ക്രിസ്തു പിന്നെയും കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾ വെളിച്ചമായി തീർന്നിരുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു. അപ്പോൾ ഈ സഭ അഥവാ മണവാളന്റെ മണവാട്ടി ഇന്ന് വെളിച്ചമാണ്. അവൾ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നവളാണ്. ആ പെർഫെക്ഷനിലേക്കാണ് ദൈവം സഭയെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സഭയെ ക്രിസ്തു സ്നേഹിക്കുന്നത് സഭയ്ക്ക് യാതൊരു കുറവും ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് സഭയ്ക്ക് അനവധിയായ കുറവുണ്ട്, എങ്കിലും സഭയെ സ്നേഹിക്കുകയാണ്. മാത്രമല്ല ഈ സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാണ്. അവൾ കറ ചുളുക്കം എന്നില്ലാതെ, ആമേൻ, അവൾ വിശുദ്ധിയായി തീരണം. വിശുദ്ധയും നിഷ്കളങ്കയുമായിട്ട് തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്, അഥവാ ഒടുക്കത്തെ നാളിൽ പ്രിയന്റെ മുന്നിൽ നിൽക്കുമ്പോൾ സഭ പെർഫെക്റ്റ് ആയിരിക്കണം. അതിനുവേണ്ടിയാണ് മണവാട്ടി സഭയെ ദൈവം ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ 28-ാമത്തെ വാക്യം അവിടെ പറയാണ്, അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇത് പറയുന്നത്, നമ്മൾ ഓർത്തോണം. യഹൂദ ചിന്താഗതിയിൽ ഒരു സേയിങ് ഇപ്രകാരമുണ്ട്, ഒരു പ്രോവർബ് ഉണ്ട്. എ മാൻസ് വൈഫ് ഹീസ് ഹിസ് ഓൺ ബോഡി ആൻഡ് ഹി ലവ്സ് ഹർ ആസ് ഹിസ് ഓൺ ബോഡി. അപ്പോൾ ഒരു ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിന്റെ സ്വന്തം ശരീരമാണ്. ഭർത്താവ് ഭാര്യയെ തന്റെ സ്വന്തം ശരീരമായിട്ടാണ് ഭാര്യയെ സ്നേഹിക്കുന്നത്. ഇതൊരു യഹൂദ ചിന്താഗതിയും ആ സമയത്ത് ഒരു സേയിങ്ങുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഭാര്യാഭർത്തൃ ബന്ധം നമ്മൾ ക്രിസ്തുവിൽ നിന്ന് ഒന്നാണ്. ഇത് രണ്ടല്ല, ഇന്ന് ഒന്നാണായിരിക്കുന്നത്. ഒരിക്കൽ ഇവർ രണ്ടായിരുന്നു. ആ രണ്ടിനെ ദൈവം ഒരിക്കൽ ഒന്നായിരുന്നു, ഒന്നിനെ ദൈവം രണ്ടാക്കി, രണ്ടിനെ പിന്നെയും ഒന്നാക്കി. അങ്ങനെ ഒന്നും ചെന്നപ്പോൾ രണ്ടല്ല വരുന്നത്, ഒന്നും ചേർന്നപ്പോൾ ഒരു വലിയ ഒന്നായിട്ടാണ് ദൈവം അതിനെ ആക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഒരു ശരീരം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിന് ഒരു ഭാഗത്തിന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അത് ശരീരത്തിന് മുഴുവനുള്ള വേദനയാണ്. ശരീരത്തിന്റെ ഒരു ഭാഗത്തിനൊരു മാനം വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിന് മുഴുവനുള്ള മാനമാണ്. അപ്പോൾ ആർക്കും തന്റെ സ്വന്തം ശരീരത്തെ പകയ്ക്കുവാനായിട്ട് സാധിക്കത്തില്ല, സ്വന്തം ശരീരത്തെ വേദനിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത് നമ്മൾ ശാരീരികമായിട്ടും എമോഷണലായിട്ടും എല്ലാ രീതിയിലും ഇവിടെ മനസ്സിലാക്കണം. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഒന്നാമത് ഓരോരുത്തർക്കും സ്വന്തം ശരീരത്തോട് സ്നേഹം ഉണ്ടായിരിക്കണം. സ്വന്തം ശരീരത്തോട് സ്നേഹമില്ലാത്തവരാണല്ലോ അവിടെ ഇവിടെ ദേഹത്തിനൊക്കെ മുറിവൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലേ? ആമേൻ. അതൊക്കെ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ആണ് അതിന് ആവശ്യമുള്ളത്. പക്ഷേ സുബോധമുള്ളവരാരും സ്വന്തം ശരീരത്തിൽ
ഇങ്ങനെ മുറിവ് ഉണ്ടാക്കത്തില്ല. ആരും സ്വന്തം ശരീരത്തിൽ ഒരു വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകത്തില്ല. ഇതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സ്വന്തം ശരീരമാകുന്ന തന്റെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും വേദനപ്പെടുന്ന അനുഭവം ഒരിക്കലും തന്റെ ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുകയില്ല. അപ്പോൾ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, ശരീരത്തിന്റെ എക്സ്റ്റൻഷൻ ആണ്. അതുപോലെ കുടുംബജീവിതത്തിലും ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിന്റെ ശരീരത്തിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് ആയിരിക്കുന്നത്. സോ ദേ ആർ വൺ. അവരെല്ലാ രീതിയിലും ഒന്നാണ്. അത് മനുഷ്യമായിട്ടല്ല ഇത് ഒന്നായിരിക്കുന്നത്, ദൈവമാണ് ഇവരെ ഒന്നാക്കിയിരിക്കുന്നത്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ദൈവം കൂട്ടിച്ചേർത്ത് മനുഷ്യൻ വേർതിരിക്കരുത്. അപ്പോൾ ആ ഒരു വലിയ ബന്ധമാണ്, മർമ്മമാണ് ഇവിടെ പൗലോസ് ഇവിടെ പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെ കർത്താവ് പറഞ്ഞു, ആകയാൽ അവർ ഇനി രണ്ടല്ല ഒന്നത്രേ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ഇനി അവർ രണ്ടല്ല, രണ്ടായിരുന്നു, രണ്ട് ധ്രുവങ്ങളിലുള്ളവരായിരുന്നു. എന്നാൽ ദൈവവചന വ്യവസ്ഥ പ്രകാരം ഇന്ന് അവർ ഒന്നായിട്ടാണ് ആയിരിക്കുന്നത്. ആ കവനന്റ് റിലേഷൻഷിപ്പിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. ആകയാൽ ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അപ്പോൾ ഭാര്യ ഭർത്താവ് സ്നേഹിക്കുന്നവരുടെ അവന്റെ സ്വന്തം ശരീരമായിട്ടാണ്. സ്വന്തം ശരീരത്തിന്റെ ഒരു പാർട്ടിനെ, ഒരു അവയവത്തെ ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കത്തില്ല, അതിനെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം അതെന്റെ സ്വന്തം ബോഡിയാണ്. എന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തെ എനിക്ക് ഹേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിന് ഒരു ഭാഗത്തെ എനിക്ക് ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, ഒരു ഭാഗത്തെ എനിക്ക് നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇറ്റ് ഇസ് മൈ ഓൺ ബോഡി, എന്റെ സ്വന്തം ശരീരമാണ്. അപ്പോൾ ആ വണ്ണസ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും, അത് അവർ ജീവിതമാകട്ടെ, അവരുടെ ഫീലിങ്സ് ആകട്ടെ, അവരുടെ മ്യൂച്വൽ നെസസിറ്റീസ് ആകട്ടെ, ഫ്യൂച്ചർ എറ്റേണിറ്റി ആകട്ടെ, ഇതിലെല്ലാം കൂടി ഈ വണ്ണസിലാണ് കടന്നു വരുന്നത്. അപ്പോൾ എപ്പോഴും ഹൃദയത്തിൽ ഇതെന്റേത് എന്നുള്ളതായ ചിന്ത വേണം. പാപം ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിനെ അവയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദം പറഞ്ഞ എന്താണ്? ഇവൾ എന്റേത്, എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറഞ്ഞു. പക്ഷെ പാപം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇതേ അവ്വ പറഞ്ഞ എന്താണ്? ഇത് നീ തന്നതാണ്, അല്ലേ? നീ തന്ന സ്ത്രീയാണെന്ന്. അഥവാ അതുവരെ അത് എന്റേതായിരുന്നു, പാപം കടന്നു വന്നപ്പോൾ അത് നിന്റേതായി. ക്രിസ്തുവിൽ യോജിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നിന്റെയും എന്റെയും ഇല്ല, നമ്മുടേത് മാത്രമേ ഉള്ളൂ. എന്റേതെന്നും നിന്റേതെന്നുമില്ല, നമ്മുടേതെന്നുള്ളതായ ആ വണ്ണസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആമേൻ. അടുത്ത ആഴ്ച നമുക്ക് ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ആ കുടുംബജീവിതത്തിന്റെ മഹത്വം, ആമേൻ, എപ്രകാരം കീഴ്പ്പെട്ടിരിക്കുന്നു, എപ്രകാരം സ്നേഹിക്കുന്നു, ആമേൻ, എപ്രകാരം ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ളതായ ആ ബോധത്തിലായിരിക്കുന്നു കർത്താവ്. അതേ അനുഭവത്തിൽ നമ്മളെ ദിനംതോറും നടത്തട്ടെ. ദൈവനാമം മഹത്വപ്പെട്ടു.